വളരെ പ്രയാസം ഉണ്ടാവും. മുസ്ലിമായി ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, സത്യനിഷേധിയുടെ സ്വർഗവും. നമ്മൾ കല്ലിൽ കൊത്തിവെച്ച പോലെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഹദീസ് അത്, സഹോദരിമാരും സഹോദരന്മാരും. കണ്ടാ, ദുനിയാവിലെ ജയില് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, എണീറ്റ് നിൽക്കാൻ തന്നെ ഉയരുണ്ടാവില്ല, വെളിച്ചുണ്ടാവില്ല, ഇരിക്കാൻ കസേര ഉണ്ടാവില്ല, കിടക്കാൻ പായ ഉണ്ടാവില്ല, കുടിക്കാൻ നല്ല വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ പല തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇതുപോലെയാണ് യഥാർത്ഥ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, കുറേ വിലക്കുകൾ. അതിനിടയിൽ നിർത്തി അള്ളാഹു നമ്മളെ പരീക്ഷിക്കാണ്. ഈ പരീക്ഷയിൽ നാം വിജയിക്കണം. വലത്തോട്ടും ഇടത്തോട്ടും ചായാതെ റസൂൽ നേർവര വരച്ചല്ലോ, ആ വരയിൽ നാം പോകണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വരകളിലിരുന്ന് പിശാച് നമ്മളെ മാടി മാടി വിളിക്കുകയാണ് സിറാത്തുൽ മുസ്തഖീം, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. നമുക്ക് നല്ല മനക്കരുത്തും ഉറച്ച ദൃഢമായ ഈമാനുമില്ലെങ്കിൽ തെറ്റിപ്പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം തെറ്റിപ്പോകുന്നത്, ഇളകിപ്പോകുന്നതാണ്. ഉറച്ചു നിൽക്കുന്നതല്ല, ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ഖൽബ്.